ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ വ്യൂ ഒരു സൈഡ് വൈസ് ആണ് എന്നുള്ളതാണ്. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു ഫസ്റ്റ് ഒരു 15 മിനിറ്റിന് 3 ക്യാൻഡിൽ ഒരു നല്ല സെൽ ഓഫ് തന്നു. അതിനുശേഷം എന്ത് ചെയ്തു? സ്ലോ ആൻഡ് സ്റ്റഡി പകുതി റിക്കവർ ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ഒരു വോളറ്റിലിറ്റി ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്തു. 1-2 ക്യാൻഡിൽസിന് മാത്രമാണ് കാര്യമായിട്ട് പ്രീമിയം മൂവ് ചെയ്തത്. നമ്മളൊരു കോൾ സൈഡിലേക്കുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഒരു ഡബിൾ ബോട്ടം കിട്ടിയ സമയത്ത് നമ്മളൊരു കോൾ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1:1 റിസ്ക് റിവാർഡ് കണ്ടതിന് ശേഷം അത് SL അടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? വീണ്ടും ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നാളേക്ക് നമ്മൾ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. നാളെ നിഫ്റ്റി ബാങ്കിന്റെ എക്സ്പയറി കൂടെയാണ്. നിഫ്റ്റി ബാങ്കും സെയിം സിനാരിയോ ആണ് കാണിച്ചത്. ആദ്യം ഡൗൺ സൈഡ് വന്നു, അതിനുശേഷം സ്ലോ ആൻഡ് സ്റ്റഡി റിക്കവർ ചെയ്തു എന്നുള്ളതാണ്. നിഫ്റ്റി 50 ആണ് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് തന്നത്. അതേപോലെ മിഡ് ക്യാപ്പും നന്നായിട്ട് മൂവ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 51,357. ഇന്ന് എവിടെയാണോ ഓപ്പൺ ചെയ്തത് അതിന് തൊട്ടടുത്താണ് മാർക്കറ്റ് എന്ത് ചെയ്തത്? ക്ലോസ് ചെയ്തത്. ഇനി നാളെ മാർക്കറ്റിൽ വരാൻ പോകുന്ന 1-2 സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യാപ് ഡൗൺ ആണെങ്കിൽ മിക്കവാറും എന്തായിരിക്കും? ഒരു സൈഡ് വൈസ് മൊമെന്റം തന്നെ ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. ഫ്ലാറ്റ് ആണ് അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് അപ്പ് 51,582 താഴെ 51,350 അല്ലെങ്കിൽ 51,200 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, എപ്പോഴാണോ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ഹൈ ആയിട്ടുള്ള 51,376 അല്ലെങ്കിൽ 380 എന്നുള്ള ലെവലിൽ ബ്രേക്ക് ചെയ്യുന്നത് 5 മിനിറ്റിന്റെ ഒരു ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ പോലും എന്ത് ചെയ്യും? ഒരു ചെറിയ റിട്രേസ്മെന്റിന് ശേഷം കോൾ സൈഡിലേക്കുള്ള ട്രേഡുകളാണ് ഞാൻ പ്ലാൻ ചെയ്തത്. 51,500 എന്നുള്ള റൗണ്ട് ലെവൽ അടുത്തുണ്ട് എന്നുള്ളതൊഴികെ ബാക്കി കാര്യമായിട്ട് റെസൻസുകളൊന്നുമില്ല. ഇതിന് മുമ്പത്തെ ക്ലോസിംഗ് ഉണ്ട്, 51,500 അടുത്ത് ക്ലോസിംഗ് ഉണ്ട്, അതും ശരിയാണ്. പക്ഷെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് 51,582, അതേപോലെ 51,690, 51,776, 51,900 എന്നുള്ള ലെവലുകൾ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റ് ആണെങ്കിലും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നാളെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി നിഫ്റ്റി 50-ലാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിനേക്കാൾ കൂടുതൽ നിഫ്റ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നല്ലൊരു റാലി തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ 3 ക്യാൻഡിൽ നിഫ്റ്റി ബാങ്കിനെ പോലെ അല്ലെങ്കിൽ പിൻ നിഫ്റ്റിയെ പോലെ നിഫ്റ്റി 50യും താഴെ വന്നു. അതിനുശേഷം കാര്യമായിട്ട് ഒരു റിട്രേസ്മെന്റ് തരാതെ കണ്ടിന്യൂസ് ആയിട്ട് 10 മണി മുതൽ എന്ത് ചെയ്തു? ഒരു 1:30 വരേക്ക് അപ്സൈഡ് മാത്രമാണ് മൂവ് ചെയ്തത്. ഇതിന് മുമ്പത്തെ റെസൻസ് ആയ 25,134 എന്നുള്ള ലെവലിൽ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് അവിടെ എന്ത് ചെയ്തു? ഒരു സെൽ ഓഫ് വന്നു. റൗണ്ട് ലെവലായ 25,000 വരേക്ക് മാർക്കറ്റ് വരും ചെയ്തു. ഇനി നിഫ്റ്റിയിൽ നാളെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 25,134 മുകളിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ 25,198 അതല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താൽ പോലും എന്തുണ്ട്? 25,134 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 25,198, 25,259, 25,291 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്ത് മുകളിലേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. താഴെ വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ 24,900 അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാതെ എന്ത് ചെയ്യണ്ട? ഒരു ട്രേഡും ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യേണ്ട. കാരണം എന്താണ്? 24,855 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 24,837 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ഏറ്റവും കൂടുതലാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ ഒരു ബുള്ളിഷ് വ്യൂവിലാണ് മാർക്കറ്റിൽ ഇരിക്കുന്നത്. ഇനി മാർക്കറ്റ് നാളെ മൂവ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ചും കൂടെ നല്ലത് എന്നുള്ളതുകൊണ്ട് കോൾ സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്ന സമയത്ത് മാർക്കറ്റിൽ നമ്മൾ നിഫ്റ്റി ബാങ്കിൽ ഏറ്റവും കൂടുതൽ ട്രേഡുകൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഓവർനൈറ്റ് ഒരു കോൾ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പം 51,300 കോൾ ഓപ്ഷൻ മേടിച്ചിട്ടുണ്ട്. അതേപോലെ 52,500 കോൾ ഓപ്ഷനിൽ സെല്ലും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവറോൾ 1:2 റിസ്ക് റിവാർഡിലാണ് ആ ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.